ആർ ഷഫീർ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ASFന്റെ ഒരു പ്രതിഷേധക്കുറിപ്പ് വരുന്നുണ്ട്. ക്യാമ്പസ് സംഘർഷവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകണം. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് വ്യക്തമാക്കണം. ശ്രീ BR, ഞാൻ അങ്ങനെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാൻ വിജിനിലേക്ക് ഒന്ന് പൊക്കോട്ടെ. അതിനകത്ത് വിജിൻ, ASFന്റെ പ്രതികരണത്തിന് മുൻപ് അവരുടെ നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അതോടൊന്ന് കേട്ടു നോക്കാവോ? ആ ശൈലി തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. ശരി ശ്രീ വിജിൻ, ഇത് പറയുന്നത് ഏതെങ്കിലും മാധ്യമങ്ങളല്ല, BR ഷഫീർ അല്ല, BJP അല്ല, ആരുമല്ല. നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് ഇപ്പോഴത്തെ SFIക്കാർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അറിയില്ല, അത് വൈകൃത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. ASF പറയുന്നു ക്യാമ്പസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹം. സാർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ SFI പേരുദോഷം കേൾപ്പിക്കുകയാണ്. വിജിൻ, എന്നിട്ട് ന്യായീകരിക്കുന്നോ? ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന്, എനിക്ക് നേരത്തെ ഈ വിഷയം സംസാരിക്കാനുള്ള സമയം തന്നിട്ടില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ തന്നെ എനിക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ വളരെ കൃത്യമായി SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ, ഞങ്ങളൊക്കെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ട് വന്നവരാണ്, SFIയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു അധ്യാപകനെയും ആക്രമിക്കുക എന്നത് SFIയുടെ നയമല്ല. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മറ്റൊന്ന്, ഒരു അധ്യാപകന്റെ കാല് വിട്ടും എന്ന പ്രസംഗം അത് ഏതെങ്കിലും SFI പ്രവർത്തകരുടെ നേതൃത്വമോ നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അംഗീകരിക്കുന്നില്ല. അല്ല, കേൾക്കൂ, നടത്തിയാൽ തെറ്റ്. കോളേജിൽ കേട്ടില്ല, നെഞ്ചത്തെന്തോ പണിയും നെഞ്ചത്തെന്തോ കിട്ടും എന്നൊക്കെ ഒരു നേതാവ് നിന്ന് ഈ കാലത്തും നഗ്നമായി പ്രസംഗിക്കുകയാണെന്നേ. അതിന് SFI മാപ്പ് പറയണ്ടേ ആദ്യം? ഞാൻ ഇടപെടല്ലേ, താങ്കൾ പറഞ്ഞോളൂ. അതാണ് പ്രശ്നം. ഞാൻ ശ്രദ്ധിച്ചു, ശ്രീ BR ഷഫീർ സംസാരിച്ചപ്പോൾ അങ്ങ് ഒരിക്കൽ പോലും ഇടപെട്ടിട്ടില്ല. ഞാൻ തുടങ്ങുമ്പോൾ ഇടപെട്ടു. ഞാൻ പറയാം, എൻ്റെ പ്രയോഗത്തെ അങ്ങ് ഉപയോഗിക്കല്ലെന്നേ. കണ്ണൂർ ശൈലിയുടെ ചില പ്രശ്നങ്ങളായിരിക്കും അത്. അങ്ങ് ആ പ്രയോഗത്തെ അങ്ങനെ കാണില്ല. ഇനി അങ്ങനെ സംസാരിച്ചു, ഇനി അങ്ങയുടെ ഭാഷയിൽ തന്നെ പറയാം, അങ്ങനെ സംസാരിച്ചത് തെറ്റാണ്. അത് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ, അങ്ങയുടെ ഫോണിലേക്ക് ഞാനൊരു എൻഡോസ്കോപ്പിയുടെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. നമ്മുടെ അഭിനവിൻ്റെ എൻഡോസ്കോപ്പി എടുത്ത ഫോട്ടോ, കർണപടം പൊട്ടിയത്. എൻഡോസ്കോപ്പി തട്ടിപ്പ് അറിയില്ലല്ലോ, ഡോക്ടർ ഇനി തട്ടിപ്പ് എഴുതിയെന്ന് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞാലും ഏത് തരത്തിൽ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹമാണോ അല്ലയോ എന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ അവിടെ കർണപടം പൊട്ടിയിട്ടുണ്ട്, അഭിനവിൻ്റെ കർണപടം പൊട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയതിൽ അധ്യാപകനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. ശ്രീ ഹാഷ്മി എന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനവും നിലപാടും എന്താണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് സമ്മതിക്കേ, എന്നാൽ പോലും ഒരു SFI നേതാവിനെ അടിക്കാൻ അവകാശമില്ലെന്നേ. അതെന്ത് വർത്താനം? ഇല്ലെന്ന് പറഞ്ഞേ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞേ. അടിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ് അടിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി ശ്രീ ഹാഷ്മി ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണമെന്നാണ്. അഭിനവിന്റെ കർണപടം പൊട്ടിയിട്ടുണ്ട്. അടിച്ചത് ഈ അധ്യാപകനാണ് എന്നാണ് അഭിനവ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ അധ്യാപകനും KP രമേശൻ മാസ്റ്റർ, അവിടുത്തെ BJPയുടെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. ഈ രണ്ടുപേർ ചേർന്നാണ്. അത് അന്വേഷണം നടക്കട്ടെ. അതുകൂടി അന്വേഷിക്കണം. മാധ്യമങ്ങളും അവരുടേതായ അന്വേഷണം അതിലൂടെ കടത്തിക്കൊണ്ടുപോകണം. അധ്യാപകനെ മർദ്ദിക്കുന്ന നിലപാട് SFI സ്വീകരിക്കരുത്, അത് തെറ്റാണ് എന്ന് SFIയുടെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിനവിന്റെ കർണപടം തനിയെ അഭിനവ് അടിച്ച് പൊട്ടിക്കില്ലല്ലോ, പൊട്ടിയിട്ടുണ്ട്. എൻഡോസ്കോപ്പി ഉൾപ്പെടെയുള്ള അങ്ങേക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, ഉണ്ട്, അത് നോക്കാം. പിന്നെ SFI മാത്രമാണ് അക്രമം. ഒരു വീഡിയോ കൂടി അങ്ങയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ മട്ടന്നൂർ കോളേജിലെ KSU നേതാക്കന്മാർ പ്രിൻസിപ്പാളോട് സംസാരിക്കുന്ന രീതിയാണ്. ഞാനതിലെ ഭാഷ പറയുന്നില്ല. അങ്ങുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരെ ചില ലോക്കൽ മീഡിയാസ് അത് വൈകുന്നേരം മുതൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോട്ടോ. KSUവിൻ്റെ സമീപനം എന്താണ്? നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അത് SFI ചെയ്താലും KSU ചെയ്താലും തെറ്റാണ്. പക്ഷെ SFI ചെയ്യുമ്പോൾ അങ്ങ് SFI ആകെ തന്നെ അങ്ങ് തകർത്ത് കളയാം. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് എല്ലാം തകരാറാണ്.
ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ എല്ലാം കൊലയാളികളാണ്. നേരത്തെ BRM ഷഫീർ ഇതിൽ പോയവരെല്ലാം ഗതികെട്ടവന്മാരായി നേരത്തെ അദ്ദേഹം പ്രയോഗിച്ചതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് ഈ ചാനൽ മുറിയിൽ വന്നിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത്രമാത്രം അക്രമം ഏറ്റുവാങ്ങി അങ്ങിപ്പോൾ പറയും പഴയയിലേക്ക് പോകണ്ട. 35 പേരെ കൊലപ്പെടുത്തിൻ്റെ SFI അതിൽ 12 പേരെ കൊന്നത് കോൺഗ്രസ്സാ. ചരിത്രത്തിലേക്ക് പോകണ്ടല്ലോ. ധീരജ് ഉൾപ്പെടെ മിണ്ടിയില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ണുനീരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ധീരജിൻ്റെ അച്ഛനും അമ്മയ്ക്ക് കണ്ണുനീരില്ലേ? ഈ 35 പേർക്ക് കണ്ണുനീരില്ലേ? SFIക്കാരായതുകൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അവിടെ രക്ഷിതാക്കൾ, അവർക്ക് കണ്ണുനീരില്ലേ? അതും ചർച്ച ചെയ്യണം. പിന്നെ അക്രമത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ദീർഘമൊന്നും പോകുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ സിറിയക് തോമസ് MGVCയുടെ മൂക്കിലിടിച്ച് പൊളിച്ചത് ആരാ? KSU അല്ലേ? അധ്യാപകനെ ചവിട്ടിക്കൊന്നത് ഓർമ്മയില്ലേ നമുക്ക്? ജെയിംസ് അഗസ്റ്റിൻ ആരാ? യൂത്ത് ലീഗ് അല്ലേ? കേശവേന്ദ്രകുമാർ IASന്റെ ശരീരത്തിൽ കരിയോല വെച്ചത് ആരാ? പറ. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ ആർജവത്തോടെയെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ പറയണ്ടേ? സർ, പോയ കാലത്തിന്റെ കണക്കെടുക്കാതെ, പോയ കാലത്തിന്റെ ചോരക്കണക്കെടുക്കാതെ ഇപ്പൊ ഈ 35 SFIക്കാരുടെ അച്ഛനും അമ്മയും അകാല പുത്രദുഃഖം അനുഭവിക്കുന്നവരാണ്. അവർ SFI രക്തസാക്ഷികൾ മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും അവർ പുത്രദുഃഖം അനുഭവിക്കുന്നവരാണ്. ശ്രീ വിജിൻ, പോയ കാലത്തിന്റെ കണക്കെടുക്കാതെ ഇനി മുന്നോട്ടുള്ള കാലത്തിൽ ഇത് ആവർത്തിച്ചുകൂടാ, അതിനുവേണ്ടി നിരുപാധികം ഇത് തെറ്റാണ്, ആവർത്തിച്ചുകൂടാ എന്ന് പറയേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. അത് പറഞ്ഞില്ല എന്നുള്ളതാണ് പരിഭവം. ശ്രീ വിജിൻ, താങ്കൾ പൂർത്തീകരിച്ചോളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം അടർത്തിയെടുത്തു എന്നത് ശരിയായില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടെക്സ്റ്റ് കാണിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതോടൊപ്പം ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ സുനിൽ ഭാസ്കർ, അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രിൻസിപ്പാൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രയോഗം, കാരണം ഭരണപക്ഷത്തുള്ള MLAയോട് അഭ്യർത്ഥന ഹെൽമെറ്റ് സാർ അങ്ങനെയൊന്നും നിങ്ങൾ ചർച്ചയിൽ വന്ന്, നിങ്ങളെ ഒരു അധ്യാപകനായിട്ട് ഒരു പ്രിൻസിപ്പാളായിട്ടുള്ള ഒരു റെസ്പെക്റ്റോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. കർണവട അടിച്ചു പൊളിച്ചത് ചർച്ച അന്വേഷിക്കട്ടെ, അന്വേഷിച്ചൊരു കാര്യങ്ങൾ വരട്ടെ. അങ്ങേ ശരീരത്തിൽ തള്ളിയത് ശരിയല്ല. ആ സമീപനം ഞങ്ങൾക്കുണ്ട്, SFIക്കുണ്ട്. ശരിയല്ല. കാലടിച്ചു പൊളിക്കും, ശരിയല്ല. പക്ഷേ കർണവടവുമായി ബന്ധപ്പെട്ട ആരോപണം അങ്ങേക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ചർച്ചയിൽ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു പരിഹാസ്യത്തോടു കൂടിയുള്ള അങ്ങയുടെ ഒരു ഇടപെടലല്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു SFI നേതാവ് നോക്കെ പോട്ടെ, ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ചു പൊളിച്ചെങ്കിൽ ഇന്ന് ഈ ഡോക്ടർ സുനിൽ ഭാസ്കർ ഇവിടെ ഇരുന്നുകൂടാ? അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്ത ശ്രീ വിജിൻ? അന്വേഷിക്കുന്നുണ്ടല്ലോ. CCTV ഉൾപ്പെടെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്, അഭിനവ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷിക്കട്ടെ. CCTV മുഴുവനായി കൊടുക്കാൻ പറഞ്ഞു. ഇന്നാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ വാർത്തയിൽ ഞാൻ കേട്ടത്. നേരത്തെ വരെ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വാർത്ത ഈ 24-ൽ വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. കർണവടം പൊട്ടിയിട്ടുണ്ട് അഭിനവിന്റെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ പൊട്ടി എന്നുള്ളത് സംബന്ധിച്ച് അഭിനവ് പറഞ്ഞത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടത് അധ്യാപകൻ ഈ വിഷയം ചോദിക്കാൻ അഭിനവിനെ വിളിച്ചിരുന്നതാണ്. അഭിനവ് അവശനാണ്, അഭിനവ് ചികിത്സയിലാണ്. അഭിനവിന്റെ പ്രശ്നം ഒരു തർക്കം അക്കാര്യത്തിലില്ല. പറയുന്ന കൊള്ളാണ് കേട്ടോ, പറഞ്ഞത് വെറുതെ പറയുന്നൊന്നുമല്ല. അങ്ങയുടെ ചോദ്യം തീർച്ചയായും ഇവിടെ ശ്രീ ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, AISF-ASFിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഇതുകൂടി കണ്ടുകൊണ്ട് മൊത്തത്തിൽ അഭിപ്രായം പറയണം. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണ്. ഒരു തെറ്റിനെ തിരുത്തുക എന്നതിനപ്പുറം എല്ലാവിധ SFI ആണ്, എല്ലാം ഇല്ലാതാക്കിയത് ഇതൊക്കെ ശരിയാ ഒന്ന് പറയുന്നത് ശരിയല്ല. മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കാണിക്കണം. ഞാൻ അയക്കുന്ന വീഡിയോ KSU അങ്ങനെ പറഞ്ഞുവെങ്കിൽ SFI അങ്ങനെ പറയും എന്ന നിലപാട് ശരിയാണോ ശ്രീ വിജിൻ? ഏറ്റവും ചെറിയ പക്ഷേ PM മാസ്റ്ററോട് പറയണം, ഈ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ നടത്തിയ കയ്യേറ്റ ശ്രമം, അദ്ദേഹത്തിന്റെ കാലുകുത്തും എന്ന് പറഞ്ഞ ആ വെല്ലുവിളി, അതിന് SFI ഈ കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറയണം. പുതിയ കാലമാണെന്നേ, പോയ കാലത്ത് കൊലവിളി മുദ്രാവാക്യം വിളിച്ചു എന്ന് കരുതി പുതിയ കാലത്തേക്ക് ആപ്റ്റല്ല. പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുന്നില്ല, അവർ തള്ളുകയാണ്. അതുകൊണ്ട് ആർഷോയോട് പറയണം, അതിനോട് നിരുപാധികം മാപ്പ് പറയണം. പിന്നെയാണല്ലോ ഈ കർണപടം അടിച്ചു പൊട്ടിച്ച കേസൊക്കെ, അതിലൊക്കെ ശക്തമായി നിൽക്കൂ. പക്ഷേ ഈ വിഷയത്തിൽ മാപ്പ് പറയണം സാർ, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ പറയണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ആർഷോയുടെ ഒരു ചാനലിൽ അഭിമുഖത്തിൽ ഞാൻ കണ്ടു. ആർഷോ കൃത്യമായി അതിനെക്കുറിച്ച് തള്ളി പറഞ്ഞുകൊണ്ട് പരിശോധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് SFI ചർച്ച ചെയ്യട്ടെ. SFI പറയാൻ പറയുന്ന നിലപാടുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ഒരുപോലെ ചർച്ച ചെയ്യണം. ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് SFI മാത്രം ഇതിന്റെ എല്ലാം കാരണക്കാരെന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചാൽ എല്ലാം അങ്ങ് ശരിയാകും എന്ന് പറഞ്ഞു പോകുന്ന ചർച്ച അത് ഗുണപരമല്ല. ഡോക്ടർ അങ്ങവിടെ പറയണം.